പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡിലെ ബ്ലോക്ക് 3യിലെ യൂണിറ്റ് 3ലെ ഷോർട്ട് നോട്ട്സുകളെ കുറിച്ചാണ്. ഈ ടെക്സ്റ്റിലെ മുഴുവൻ നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഷോർട്ട് നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. 1. ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ ആർമി INA, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണം. ഇന്ത്യൻ നാഷണൽ ആർമി INA എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ച മലയിലെ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി ഓഫീസറായിരുന്നു മോഹൻ സിംഗ് ആണ്. ജപ്പാൻ്റെ സഹായത്തോടെ അദ്ദേഹം ഇന്ത്യൻ യുദ്ധത്തടവുകാരെ ഉൾപ്പെടുത്തി ഒരു സൈന്യം രൂപീകരിച്ചു. തുടർന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ജപ്പാൻ്റെ പിന്തുണ ഉറപ്പാക്കാനും ദേശീയത വളർത്താനുമായി 1942 റാഷ് ബിഹാരി ബോസ് പ്രസിഡൻ്റായി ടോക്കിയോയിൽ വെച്ച് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് IIL രൂപീകരിക്കപ്പെട്ടു. അടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ദ സെക്കൻഡ് ഫേസ്. സുഭാഷ് ചന്ദ്രബോസും INAയുടെ രണ്ടാം ഘട്ടവും. 1943 സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം ഏറ്റെടുത്തതോടെയാണ് INAയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. സിംഗപ്പൂരിൽ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഓഫ് ഫ്രീ ഇന്ത്യ രൂപീകരിച്ച അദ്ദേഹം ബ്രിട്ടനും അമേരിക്കയ്ക്കുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. റോഗൂണിലും സിംഗപ്പൂരിലുമായി INAയ്ക്ക് 2 ആസ്ഥാനങ്ങൾ സ്ഥാപിച്ച അദ്ദേഹം ഡാൻസി റാണി റെജിമെൻറ്റ് എന്ന പേരിൽ ഒരു വനിതാ വിഭാഗവും രൂപീകരിച്ചു. അടുത്തത് ദ ഇംഫാൽ ക്യാമ്പയിൻ. ഷാ നവാസിൻ്റെ നേതൃത്വത്തിലുള്ള INA ബറ്റാലിയൻ ജാപ്പനീസ് സൈന്യത്തോടൊപ്പം ഇൻഡോ ബർമ കാടുകളിലൂടെ നീങ്ങുകയും ഇംഫാൽ ക്യാമ്പയിൻ പങ്കെടുക്കുകയും ചെയ്തു. 1944 തുടക്കത്തിൽ അവർ കോഹിമയിലും ഇംഫാലിൻ്റെ അതിർത്തികളിലും എത്തി. എന്നാൽ ജപ്പാൻ സൈന്യത്തിൻ്റെ പിന്മാറ്റം ഇന്ത്യയെ സ്വതന്ത്രമാക്കാമെന്ന INAയുടെ പ്രതീക്ഷകളെ തകർത്തു. ജപ്പാൻ്റെ കീഴടങ്ങലിന് ശേഷം INA സൈനികർ പിടിയിലാവുകയും അവരെ ജയിലിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ദ INA ട്രയൽസ്, റെഡ് ഫോർട്ട് ട്രയൽസ്. INA വിചാരണകൾ, ചെങ്കോട്ട വിചാരണകൾ. പിടിയിലായ INA ഉദ്യോഗസ്ഥരെ ബ്രിട്ടീഷ് സർക്കാർ സൈനിക വിചാരണ ചെയ്തു. 1900 നവംബറിൽ ചെങ്കോട്ടയിൽ നടന്ന ആദ്യത്തെ പ്രധാന വിചാരണയിൽ PK സെഹ്റാൽ, GS ധില്ലൻ, ഷാനവാസ് ഖാൻ എന്നിവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി. ജവഹർലാൽ നെഹ്റു, തേജ് ബഹാദൂർ സപ്രു, ലാലാഭായ് ദേശായി എന്നിവരുൾപ്പെട്ട ഒരു ഡിഫൻസ് പാനൽ കോൺഗ്രസ് ഇവർക്കായി രൂപീകരിച്ചു. ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയെങ്കിലും രാജ്യത്തിനുടനീളമുണ്ടായ വലിയ ജനകീയ പ്രതിഷേധങ്ങൾ കാരണം കമാൻഡർ ഇൻ ചീഫിനെ ഇവർ സ്വതന്ത്രരാക്കേണ്ടി വന്നു. ദ റിൻ മ്യൂട്ടിനി ഓഫ് 1946, റോയൽ ഇന്ത്യ നേവി കലാപം. ഈ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു 1946 ഫെബ്രുവരിയിൽ നടന്ന റോയൽ ഇന്ത്യൻ നേവി കലാപം. ബോംബെയിലെ HMIS തൽവാർ എന്ന കപ്പലിലെ നാവികർ തങ്ങൾ നേരിട്ട ബുദ്ധിമുട്ടുകൾക്കും വംശീയ വിവേചനത്തിനുമെതിരായി ബ്രിട്ടീഷുകൾക്കെതിരെ കലാപമുണ്ടാക്കി. ഈ കലാപം പെട്ടെന്ന് തന്നെ കറാച്ചിയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുകയും വ്യോമസേനയിൽ നിന്നും തൊഴിലാളിയിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും ഇതിന് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തു.